ഞങ്ങൾ LDF എതിർക്കുന്നവരുണ്ടാകും. സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങളിൽ മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. പക്ഷേ മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ട് തന്നെ. കാലം പിന്നിടുന്നു. പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു. അതിൻ്റെ അവതരണ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു. അക്കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല, പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു. ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ, അദ്ദേഹം പോയിരുന്നോ എന്ന്. എന്തേ പോകാതിരുന്നത്? എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് UDF-നുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി UDF അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, ആ വിഭാഗം ഇപ്പം തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത്. LDF-നെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും? നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും? ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്?
ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ? നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിനുതകുന്നതായില്ല ഇത്. ഏതായാലും ലീഗിൻ്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല. രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത്. ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും LDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ്. തെളിമയാർന്ന LDF രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ LDFിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ 2016 മുതൽ കേരളത്തിൽ LDF നേതൃത്വം വഹിച്ച് നടത്തുന്ന കാര്യങ്ങൾ നാടിൻ്റെ മുന്നിലുള്ള തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും അവരവരുടേതായ അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. പക്ഷെ 9 വർഷം എന്നത് വളരെ ദീർഘമായൊരു കാലയളവല്ല. 9 വർഷം മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് നമുക്കേവർക്കും അറിയാലോ. ഞങ്ങൾ ഈ 9 വർഷം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള അനാവശ്യ മേനി പറച്ചിലും നടത്താൻ ഒരുപെടാറില്ല. വസ്തുത, നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം, അത് നാം ഉൾക്കൊണ്ടാൽ മതിയാകും. അതിന് 9 വർഷം മുൻപുള്ള കേരളവും ഇന്നുള്ള കേരളവും നാം ഒന്ന് മനസ്സിൽ വിലയിരുത്തി പോകണം. ഓരോരുത്തരും ആ വിലയിരുത്തലിലേക്ക് കടക്കണം. 2016 9 വയസ്സുള്ളൊരു കുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടറാണ്. ഈ 9 വർഷക്കാലം ആ കുട്ടി വളർന്ന് ആ വളർച്ചയുടേതായ ഘട്ടത്തിൽ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തലമുറക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. കുട്ടിയുടെ കാര്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞതുകൊണ്ട് നമ്മളെ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ഗൗരവമായി കാണുന്നവരാണല്ലോ. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റമൊന്ന് ആലോചിച്ചാൽ മതി. 2016 കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു?
ഓർമ്മയില്ലേ? എന്തെല്ലാം കെടുകാര്യസ്ഥത! ഈ കുട്ടിക്ക് അന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ പുസ്തകം കിട്ടുമായിരുന്നില്ല. പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് കുട്ടികൾ പഠിക്കേണ്ടി വന്നൊരു കാലം. അതാണ് ഒരു കെടുകാര്യസ്ഥതയുടെ പാരമ്യത. കാരണം ഈ പാഠപുസ്തകം എന്ന് പറയുന്നത് ജൂൺ മാസം തുറക്കുമ്പോൾ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് പാഠപുസ്തകം വേണം. ആ പാഠപുസ്തകം തയ്യാറാക്കുന്നതിന് നടപടികൾ നേരത്തെ സ്വീകരിക്കണം. അത് സ്വീകരിക്കാതിരുന്നാൽ അവതാളത്തിലാവും. ഒരു വർഷമാണോ? എത്ര വർഷം ആ തരത്തിൽ കാര്യങ്ങൾ അവതാളത്തിൽ കിടന്നു? ഇതൊരു ഭാഗം. ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്, ഭരണക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമാണ്. എന്താ സംഭവിച്ചത്? 2016 നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാഫ് താഴോട്ടായിരുന്നു. അവിടെ 1000 സ്കൂളുകൾ അടച്ചുപൂട്ടലിന് നോട്ടീസ് കൊടുത്തിരിക്കുകയായിരുന്നു. അനാദായകരം, അതാണ് അതിനിട്ട പേര്. കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. 5 ലക്ഷം കുട്ടികൾ 2016 കണക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. എല്ലാവരും അതീവ വേദനയോടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കിക്കണ്ട കാലം. ഇത് വേഗം അടഞ്ഞു പോകുമല്ലോ എന്ന ആശങ്കയോടെ. മാറിയില്ലേ? മാറ്റം വന്നില്ലേ? എന്താ മാറ്റത്തിന് കാരണം? 2016 ജനങ്ങൾ LDFനെ അധികാരത്തിലേറ്റി. അന്നത്തെ LDF ഭൂരിപക്ഷത്തിൽ നിങ്ങളും പങ്കുവഹിച്ചു. നിലമ്പൂരിൽ നിന്നും നിങ്ങൾ LDFന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും ഗവൺമെൻറ് രൂപീകൃതമായപ്പോൾ നേരത്തെ നൽകിയ വാഗ്ദത്തം കൃത്യമായി നടപ്പാക്കി. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. എന്താ അതിൻ്റെ ഫലം? സർക്കാർ മാത്രമല്ല, നാടാകെ അതിൻ്റെ കൂടെ നിന്നു. നാടും നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും മുഴുവൻ പേരും അതിനോടൊപ്പം അണിചേർന്നു. കൂട്ടത്തിൽ 5000 കോടി രൂപ ഈ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കാൻ സർക്കാർ തയ്യാറായി. മാറിയില്ലേ? മാറ്റം വന്നില്ലേ? ആ മാറ്റം എവിടം വരെയായി? 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന നിലയുണ്ടായി. ഇതല്ലേ മാറ്റം? ആ മാറ്റം അനുഭവിച്ചറിഞ്ഞവരാണല്ലോ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽപ്പെടുന്നവര്. വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ, രക്ഷാകർത്താക്കൾക്കും ജനങ്ങൾക്കാകെയും അറിയാലോ. ഇനി അന്ന് നമ്മുടെ SSLCയോ പ്രീ ഡിഗ്രിയോ മറ്റോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പിന്നീടുള്ള ഘട്ടത്തിൽ ബിരുദ വിദ്യാഭ്യാസം നടത്തിയവരാണ്. ബിരുദ വിദ്യാഭ്യാസത്തിലും ബിരുദാനന്തര ബിരുദ കാര്യത്തിലുമെല്ലാം എത്ര വലിയ മാറ്റങ്ങളാണ് വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം നോക്കണം.
2016 നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ ഒരു ലിസ്റ്റ് ചെയ്താൽ കേരളം ആദ്യം എവിടെയും കാണില്ല. കേരളത്തിലൊരു സ്ഥാപനവുമില്ല, ആദ്യത്തെ 100-ൽ പോലുമില്ല. ഇതായിരുന്നു അവസ്ഥ. അന്നേ തുടങ്ങി 2021 LDF സർക്കാരിന് തുടർഭരണം, LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. 2021 അധികാരത്തിൽ വന്ന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് പ്രഖ്യാപിച്ചു. നേരത്തെ തുടങ്ങിയതിന് ഈ തുടർച്ചയുടെ ഭാഗമായുള്ള ശ്രദ്ധ കൂടി വന്നപ്പോൾ നല്ല മാറ്റം സൃഷ്ടിക്കാനായി. എന്താ മാറ്റം? ആദ്യത്തെ 100-ൽ നമ്മൾ ഇല്ലാതിരുന്നു നേരത്തെ. പക്ഷേ നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിലെ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. കേരള യൂണിവേഴ്സിറ്റി 9-ാം റാങ്കിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം റാങ്കിൽ, ഗാന്ധി യൂണിവേഴ്സിറ്റി 11-ാം റാങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം റാങ്കിൽ. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ 100 കോളേജുകൾ, ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കേരളത്തിൽ നിന്നുള്ളതാണ്. എങ്ങനെ വന്നതാണ് മാറ്റം? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റാൻ നടപടികളെടുത്തു. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ വന്നു, പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു. അതിൻ്റെ ഭാഗമായി അക്കാദമിക് നിലവാരം കൂടുമ്പോൾ വിദ്യാർത്ഥി പ്രവേശനത്തിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു. വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ കേരളത്തിൽ പഠനത്തിനായി വരുന്നതല്ല. അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിർമ്മിക്കുന്ന നില, നിരവധി നടപടികൾ ഗവേഷണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ വലിയ തോതിൽ സംസ്ഥാനം നൽകുന്നു. എല്ലാം കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറി. നമ്മുടെ ആധുനിക കാലത്ത് വേണ്ട കോഴ്സുകൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയും മാറണമെന്നാണ് കാണുന്നത്, ഇനിയും ശക്തിപ്പെടണം എന്നാണ് കാണുന്നത്. അതിനുതകുന്ന നടപടികൾ സ്വീകരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് അനുഭവിച്ച് വളർന്നതാണല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പൊയ്വാക്ക് പറയുന്നല്ലോ, ഈ നാടിന്റെ അനുഭവമല്ലേ. ഇതാണ് LDF നമ്മുടെ നാടിനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നത് നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിന് നേരത്തെ വല്ലാത്തൊരു ദുഷ്പേരുണ്ടായിരുന്നു. അതായത് കേരളം നല്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലമൊക്കെ തന്നെ അല്ലേ, ഇത് വ്യവസായത്തിന് വരുന്ന സ്ഥലമല്ല. വ്യവസായം ഇവിടെ അങ്ങനെ പച്ച പിടിക്കില്ല. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ വ്യവസായങ്ങൾ ആദ്യമുണ്ടായ ജനത ഒഴിച്ചാൽ പിന്നീട് അങ്ങനെ അധികം വന്നിട്ടില്ല.
ഇതായിരുന്നു ഒരു പൊതുനില. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതേ നില തന്നെയാണ്. പക്ഷേ നാടിന് മാറ്റമാണല്ലോ വേണ്ടത്. മാറ്റമുണ്ടാകണമെങ്കിൽ നിലവിലുള്ളതിൽ മാറ്റം വരണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യവസായം വരുന്നില്ല, പൊതുവെ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വെക്കലല്ലാലോ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ആ നില എങ്ങനെ മാറ്റാം? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങൾക്കോ നിക്ഷേപങ്ങൾ കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളായി മാറുന്നുണ്ടെങ്കിൽ, അവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലായിക്കൂടാ? ആ നിലയിലേക്ക് നമ്മുടെ നാടിന് എന്തുകൊണ്ട് മാറിക്കൂടാ? ഈ ചിന്തയല്ലേ സാധാരണഗതിയിൽ സർക്കാരിന് വേണ്ടത്. അതാണ് LDFനുണ്ടായ ചിന്ത. അതിൻ്റെ ഭാഗമായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ആദ്യം നടത്തി. വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ തുറകളിൽപ്പെട്ടവരെയെല്ലാം വിളിച്ചു ചേർത്തു. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് വിദഗ്ധരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർമാരുണ്ട്, അവരുടെ അഭിപ്രായം കേട്ടു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് കടന്നു. ആ നടപടികളിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവയെല്ലാം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഘടനയിൽ മാറ്റം വേണമായിരുന്നു, പൊതുഘടനയിൽ തന്നെ. അതിനുള്ള ശ്രമവും നടത്തി. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എവിടെയെത്തി? നാം ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിയപ്പോൾ 2016 മുതൽ 2021 വരെയല്ല, 2021 LDFന് തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് വരെ നടത്തിയ 21 വരെ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തുടരാൻ കഴിഞ്ഞപ്പോൾ അധികം താമസം വന്നില്ല. നമ്മുടെ കേരളത്തിന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നമ്പർ 1 സ്ഥാനം ലഭിക്കുന്നതിനിടയായി. ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ LDF അല്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നോ? UDF ആണ് 2016 അധികാരത്തിൽ വന്നെങ്കിൽ നടക്കുമോ ഇതൊക്കെ? 2021 UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ നിലയുണ്ടാകുമോ? അവരവരുടേതായ രീതിയല്ലേ കാണിക്കുക. നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം എത്തിക്കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുക, അതാ നല്ലത്. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം.
ഈ രണ്ട് ഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിന് 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതിൻ്റെ ഭാഗമായി നടപടികളെല്ലാം തുറന്നു വന്നപ്പോൾ ഇന്ന് കാണുന്ന അസാധ്യം എന്ന് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന പലതും സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ പട്ടിക വളരെ ദീർഘമായതാണ്. അത് മുഴുവൻ അവതരിപ്പിക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചാൽ അതിന് എത്രയോ സമയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു അസാധ്യമായ കാര്യമാണ്. ഏതായാലും ഇതെല്ലാം അനുഭവത്തിലുള്ള നാട്ടുകാരെയും വോട്ടർമാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇവിടെ ആരോഗ്യരംഗം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. പക്ഷേ 2016 ഇല്ലായ്മ മാത്രമായിരുന്നു. അതാണ് പിന്നീട് മാറ്റം വന്നത്. വലിയ തോതിൽ മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ആരോഗ്യരംഗമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറി. ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആരോഗ്യരംഗം ചില ഘട്ടത്തിൽ ഉയർന്നു നിന്നു. അത് കോവിഡ് മഹാമാരി ലോകത്തെ വികസിത രാഷ്ട്രങ്ങളെ അടക്കം മുട്ടുകുത്തിച്ചപ്പോൾ ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ടി വന്നില്ല. അതിന് കാരണം ആർദ്രം മിഷനിലൂടെ നാം നടപ്പാക്കിയ പരിപാടികളായിരുന്നു. എല്ലാ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ വർദ്ധിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. താലൂക്ക് ആശുപത്രി മുതൽ വിവിധ സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ, ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, കോവിഡിന് വേണ്ടി ചെയ്തതല്ല. അതിനിടക്കാണ് കോവിഡ് വന്നത്. അപ്പോൾ മറ്റു പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ശരിയായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു. ലോകം ആശ്ചര്യത്തോടെ കേരളത്തെ നോക്കി. എങ്ങനെയാണ് ഈ നാടിന് ഇതെല്ലാം സാധ്യമായത് എന്ന്. അവിടെയും നാം ചിന്തിക്കേണ്ടത് LDF ആയിരുന്നില്ല എങ്കിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഇവിടെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിലാണ് നാം നിർവഹിച്ചു പോരുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിൽ എല്ലാ കാലത്തും ക്ഷേമ പ്രവർത്തനങ്ങളോട് വിപ്രതിപത്തി കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ചെറിയ സംഖ്യയാണല്ലോ, 45 രൂപ കൊടുത്തു തുടങ്ങിയത്. അന്നതിനെ കോൺഗ്രസ് എതിർത്തു. പിന്നെ 5 വർഷക്കാലം കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു അധികാരത്തിൽ. അതിനോട് വലിയ വിപ്രതിപത്തി കാണിക്കുന്ന നിലയാണ് ആ സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടുന്ന് അത് 60 രൂപയാണെന്നാണ് ഓർമ്മ, 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴും അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് UDF ഗവൺമെൻറ് വർഷങ്ങൾ
ഈ പെൻഷൻ കുടിശ്ശികയാക്കി നിർത്തുന്ന നില സ്വീകരിച്ചു. ഇതെല്ലാം ഈ പെൻഷൻ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും എടുത്തിരുന്നത്. അതിനൊരു മാറ്റം വന്നത് കടലാസിലാണെങ്കിലും 2016 അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലുള്ള UDF ഗവൺമെൻറ് അതിനകത്ത് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേവരെയുള്ള എല്ലാ വർധനവും 45 നിന്ന് 60, 60 നിന്ന് 90, 90 നിന്ന് പിന്നീടുള്ള വർധനവ്, പിന്നെ 500 ആക്കൽ, അതെല്ലാം നിരവധി ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകൾ ചെയ്ത കാര്യമാണ്. ആ ഘട്ടത്തിലെല്ലാം അതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് 100 രൂപ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരെടുത്തു. പക്ഷെ കാശ് കൊടുത്തില്ല കേട്ടോ. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. തീരുമാനം പറഞ്ഞു, കാശ് കൊടുത്തില്ല. 18 മാസം കുടിശ്ശിക. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പോൾ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് 600 രൂപ 18 മാസം കുടിശ്ശിക. ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ 600-ൽ നിന്ന് വർധനവ് തുടങ്ങി. 1600 വരെ വർദ്ധിച്ച് അവിടെ നിന്നു. അപ്പോൾ LDF സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തൊരു പാപ്പരത്വമാണെന്ന് നോക്കണം. എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസ്സിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ LDF നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പണം കൃത്യമായി വീഴ്ചയില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ്. അത് കൊടുക്കാതിരിക്കുന്നതിന് ഒട്ടേറെ ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ് അടക്കം ഭാഗത്തുനിന്നുണ്ടായി. ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി ആ കമ്പനി എടുക്കുന്ന പണം സംസ്ഥാനം എടുക്കുന്ന വായ്പയായി കണക്കാക്കും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കലായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം തന്നെ സർക്കാരിനെ, സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം, സർക്കാരിന് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുക, അതോടൊപ്പം സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം അനാവശ്യമായി താമസിപ്പിക്കുക, സംസ്ഥാനം പൊതുവെ എടുക്കേണ്ട കടം ആ കടത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി അനുമതി നിഷേധിക്കുക കടമെടുക്കുന്നതിന്. ഇങ്ങനെ ഒട്ടേറെ നടപടികൾ അസഹനീയമായ രീതിയിൽ നമ്മുടെ നാടിനോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. നമ്മൾ ദുരന്തം നേരിടേണ്ടി വന്നു. ആ ദുരന്തം നേരിടേണ്ടി വന്ന ഘട്ടത്തിലും നമുക്ക് സഹായമില്ല. സഹായിക്കാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളോട് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് മറുപടിയായി പറഞ്ഞത്.
അത് തള്ളി, ആ ഓഫർ തള്ളി. ഇത് മഹാപ്രളയകാലത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യം. തുറന്നുള്ള ദുരന്തങ്ങളിലും സഹായം കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയിട്ടുമുണ്ട്. നമുക്ക് മാത്രം നിഷേധിക്കുന്നതല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിദേശത്ത് നിന്നുള്ള സഹായം സ്വീകരിക്കാം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. നേരത്തെ ഗുജറാത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദേശത്തടക്കമുള്ള സഹായം സ്വീകരിച്ചിരുന്നു. അവർക്കാകാം, കേരളത്തിന് പറ്റില്ല. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രക്കാവാം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനം. ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ UDF തയ്യാറായിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്തോ LDFനെ എതിർക്കാൻ BJPയുമായും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ച് നീങ്ങുക, അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുക. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം LDFനോടൊപ്പം നിന്നു. നിലമ്പൂർ LDFൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക. എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക. 2016 2021 നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക. ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ ചുങ്കത്തറയിലെ അയാൻ എന്നൊരു വിദ്യാർത്ഥി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഛായാചിത്രം വരച്ച് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചടങ്ങ് കൂടി ഇവിടെ മുഖ്യമന്ത്രി. അടുത്തതായി നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട സ്വരാജ് നിങ്ങളോട് സംസാരിക്കുന്നു.
ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഇവിടെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയ നേതൃത്വം പൂർണ്ണമായും ഇവിടെ വേദിയിലുമുണ്ട്. അവരെല്ലാം ഇവിടെ സംസാരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീർഘമായ ഒരു വോട്ടഭ്യർത്ഥന പ്രസംഗത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോടകം തന്നെ നമ്മുടെ നാട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം ആവർത്തിക്കേണ്ട സാഹചര്യവുമില്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട്, എൻ്റെ നാട്ടുകാരോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. മുഖ്യമന്ത്രിയും അക്കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട് മഹത്തായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു ചരിത്രകാരൻ കേരളത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ കേരളത്തിൻ്റെ സുവർണകാലം എന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോയ 9 വർഷങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായി നമ്മെ എതിർക്കുന്നവർ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വിയോജിക്കുന്നവർ, പക്ഷേ അവർ പോലും ഈ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ് എന്ന കാര്യവും നിസ്തർക്കമാണ്. ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും അനുഭവവേദ്യമായ വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഓരോന്നായി നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല. ഒരു ചെറിയ കാര്യമല്ല. UDF ഗവൺമെൻറ്റിൻ്റെ ഒടുവിലത്തെ കാലം 1 മണിക്കൂറായിരുന്നു പവർ കട്ട്. പുറമെ അപ്രഖ്യാപിത കട്ട് എന്ന നിലയിൽ ഏതു സമയത്തും വൈദ്യുതി പോകും. പിന്നെ നീണ്ട കാത്തിരിപ്പാണ്. ഓരോ വീടുകളിലും മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുമായി കാത്തിരുന്ന ഒരു കാലം. എത്ര പെട്ടെന്നാണ് ആ കാലം പോയി മറഞ്ഞത്. ഇന്നതൊരു പഴയ ഓർമ്മ മാത്രമാണ്. പവർ കട്ടില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കി നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ നമ്മുടെ നാട് വിസ്മയിപ്പിക്കുകയാണ്. ഇവിടെ ചുങ്കത്തറയിൽ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. അവരോടൊന്നും വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷമോ വിരോധമോ ഇല്ല. എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവർ ഉയർത്തിപ്പിടിക്കുന്നുവെന്നേയുള്ളൂ. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്, കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളെ ഒന്നും അവരെതിർക്കില്ല. ആ മാറ്റങ്ങളെ അവരും സ്വീകരിക്കും, അവരും അംഗീകരിക്കും. ഉദാഹരണത്തിന്, ഈ ചുങ്കത്തറയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് ആയി എന്ന കാരണം കൊണ്ട് UDFന്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുമോ? ഇല്ല. രാഷ്ട്രീയമൊക്കെ വേറെ, ആ വിയോജിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മഹത്തായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ അവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അവരും അത് ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. അത് തുടരണം എന്നുള്ളിൻ്റെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നു. ഒരു മലയാളിയും പവർ കട്ട് വേണം എന്നാഗ്രഹിക്കില്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ. നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെയൊരു കാലം വരുമെന്ന്? പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസ രംഗം പ്രക്ഷുബ്ധമായ കാലം. പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യാനാവാതെ നിസ്സഹായനായ അന്നത്തെ മന്ത്രി പറഞ്ഞ ന്യായം നിങ്ങളുടെ മനസ്സിലില്ലേ? ഞാനതിപ്പോൾ ആവർത്തിക്കുന്നില്ല. ആ കേരളമാണ് സ്കൂള് തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് മാതൃക കാണിച്ചത്. കോൺഗ്രസുകാരനാണ് എന്നതുകൊണ്ട് UDFന്റെ ഭരണകാലത്തേതുപോലെ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടരുതേ എന്നാരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. അങ്ങനെയൊന്നും UDFകാർ ആഗ്രഹിക്കില്ല, കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കില്ല. ഈ മാറ്റങ്ങൾ തുടരണമെന്നേ ആഗ്രഹിക്കൂ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങണമെന്നോ
ലൈഫ് ഭവന പദ്ധതി പോലെ ഒരു ഭവന പദ്ധതി ഉണ്ടാകരുതെന്നോ ആരും ആഗ്രഹിക്കില്ല. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നാടാകെ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കും, അംഗീകരിക്കും. രാഷ്ട്രീയമായി ചില വിയോജിപ്പുകളോ എതിർപ്പുകളോ ഉണ്ടാവും, അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട് ആർജിച്ച മഹത്തായ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, ആ നേട്ടങ്ങളും മാറ്റങ്ങളും ഇടയ്ക്ക് വെച്ച് പാതി വഴിയിൽ വെച്ച് വീണു പോകരുത്, നിന്നു പോകരുത് എന്ന് നാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം. ഇടതുപക്ഷം കരുത്താർജിക്കുമ്പോഴാണ് നാടിൻ്റെ നന്മകൾക്ക് തുടർച്ചയുണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക, മാറ്റങ്ങളുടെ ഭാഗമായ നേട്ടങ്ങൾ ഉണ്ടാവുക. സ്വാഭാവികമായും ഇടതുപക്ഷം കരുത്താർജിക്കണമെങ്കിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെയും ഇടതുപക്ഷം വിജയിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം നിലമ്പൂരിനും പുതിയൊരു വികസന വഴിത്താര വെട്ടിത്തെളിയിച്ചെടുക്കാൻ നമുക്കാവും. ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരും. ചെറിയൊരു കാലമാണ് നിയമസഭയുടെ കാലാവധി. ആരു ജയിച്ചാലും മഹാത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ ആവില്ല എന്നുറപ്പാണ്. അതൊക്കെ ശരിയാണ്. കാലാവധി നിയമസഭയുടേത് കുറവാണ്, ഏതാനും മാസങ്ങൾ മാത്രം. പക്ഷെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുറയുന്നില്ല. ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രയോഗപഥത്തിൽ എത്തിക്കുവാനും ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്നെല്ലാവരും സമ്മതിക്കുമ്പോൾ തന്നെ പുതിയ ചില തുടക്കങ്ങൾ കുറിക്കാൻ നമുക്കാവും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അത്തരം പദ്ധതികൾക്ക് അംഗീകാരം നേടുന്നതിന്റെ ഭാഗമായ പ്രാരംഭ നടപടികളിലേക്കെങ്കിലും കടക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സമയമുണ്ട്. അങ്ങനെ ഒരു തുടക്കം കുറിക്കാനായാൽ യാതൊരു സംശയവും വേണ്ട, ഒരു പുതിയ വികസനോന്മുഖ നിലമ്പൂരിന്റെ അടിത്തറയായി അത് മാറും. ആ അടിത്തറയിൽ നമുക്കൊരു പുതിയ നിലമ്പൂർ പണിതുയർത്താനാവും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല മാറ്റങ്ങൾക്ക് നാട് നൽകുന്ന അംഗീകാരത്തിന്റെ ഭാഗമായി തുടർച്ചയായ 3ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. അന്ന് നിലമ്പൂരിൽ നാം ഇട്ട അടിത്തറയിന്മേൽ ആധുനിക നിലമ്പൂർ പണിതുയർത്താനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാട് കൂടുതൽ പുരോഗമിക്കണം. പുതിയൊരു കേരളം, കൂടുതൽ നല്ലൊരു കേരളം, അതിനെയാണ് നവകേരളം എന്ന് നാം വിളിക്കുന്നത്. വികസനോന്മുഖമായ ഒരു നിലമ്പൂർ, കൂടുതൽ നല്ലൊരു കേരളവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു നിലമ്പൂരും യാഥാർത്ഥ്യമാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ യോഗങ്ങളിലും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതുമാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ചിലർ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾക്ക് പുറകെ പോകാത്തത്? നമ്മുടെ എതിർപ്പാളയത്തിൽ കൊണ്ടുപിടിച്ച പരിശ്രമമാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ, വിവാദങ്ങൾ സൃഷ്ടിക്കാൻ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ, വിദ്വേഷം വമിപ്പിക്കാൻ. ഞങ്ങൾ അതിൻ്റെ പുറകെ ഇല്ല. ഏതു കടുത്ത പ്രകോപനത്തിന്റെ മുന്നിലും നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം അതിലൂന്നി ഏറ്റവും ആരോഗ്യകരവും മാതൃകാപരവുമായ രാഷ്ട്രീയ പ്രചരണത്തിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. അതാണ് ഇടതുപക്ഷത്തിന്റെ പാത. അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ജനങ്ങളുടെ സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒത്തുകൂടിയിരിക്കുന്നതെല്ലാം സ്വന്തം നാട്ടുകാരാണ്. തൊട്ടപ്പുറത്ത് ചുങ്കത്ര മാർത്തോമ കോളേജിലാണ് ഞാൻ പഠിച്ചത് 5 കൊല്ലം. അവിടെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഗണ്യമായ ഒരു കാലയളവ് ചെലവഴിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് ഈ ചുങ്കത്ര നഗരം തന്നെ കേന്ദ്രീകരിച്ചാണ്, ഇവിടുത്തെ ഒരാളായാണ് വളർന്നതും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നു, ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ദിശ നിർണയിക്കപ്പെടും വിധമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ശാക്തിക ബലാബലങ്ങളെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഇപ്പോ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരുപാട് നന്മകൾ ജനങ്ങൾക്ക് പ്രദാനം ചെയ്ത ആ മാറ്റങ്ങളെ കൂടുതൽ ശക്തമായി പ്രതിഫലിപ്പിക്കാൻ, മുൻപോട്ട് കൊണ്ടുപോകാൻ, ലോകത്തിലെ ഏതൊരു നാടിനെയും അതിശയിപ്പിക്കും വിധം വളർച്ചയുടെയും വികാസത്തിന്റെയും ക്ഷേമത്തിന്റെയും തുരുത്തായി, പോറലേൽക്കാത്ത മതനിരപേക്ഷതയുടെ കളിത്തൊട്ടിലായി ഈ കേരളത്തെ നിലനിർത്താനുള്ള ഒരു ജനതയുടെ ഇച്ഛാശക്തിയാണ് തീർച്ചയായും നിലമ്പൂരിന്റെ വിധി നിർണയിക്കുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാനാവും. സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും ആവേശനിർഭരമായ
പിന്തുണയും ഐക്യദാർഢ്യവും കാണുമ്പോൾ തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി ഒറ്റയ്ക്കല്ല, മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നാടിനു വേണ്ടി. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം. നമുക്കൊരുമിച്ച് മത്സരിക്കാം, ഈ നാടിനു വേണ്ടി പൊരുതി ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയ എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷത്തിന് തിളക്കമാർന്ന വിജയം സമ്മാനിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ, വോട്ട് ചെയ്യുക മാത്രമല്ല ആ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.